പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് പുതുതായിട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ബാക്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയർ, ഒരു ഡിജിറ്റൽ വൈറ്റ് ബോർഡാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ വിക്ടേഴ്സ് ക്ലാസ്സിനോടൊപ്പം തന്നെ പല അധ്യാപക സുഹൃത്തുക്കളും ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് മാത്സ് സയൻസ് ടീച്ചേഴ്സ്, ഒരു ബോർഡിൻ്റെ അഭാവം. ബോർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഗൂഗിളിനോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റിലൊക്കെ വൈറ്റ് ബോർഡുകൾ ലഭ്യമാണ്. പക്ഷേ അതിനൊരു പരിമിതി, നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും നമ്മളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം കുറയുന്നു. പിന്നെ കുട്ടികളെ നമ്മൾ കൊടുത്ത വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള മാർഗം ഒന്നിലെ ചോദ്യങ്ങൾ ചോദിക്കുക, അവരുടെ വോയിസിലൂടെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ മാത്രമേ രക്ഷയുള്ളൂ. 40, 45, 50 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ അതിലൂടെ മാത്രം അവരെ വിലയിരുത്താൻ അത് നമ്മുടെ ഒത്തിരി സമയനഷ്ടമുണ്ടാക്കുന്നതാണ്. പ്രായോഗികമായിട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല. അതിന് പരിഹാരമായ ഒരു സോഫ്റ്റ്വെയറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്, ഒരു ഡിജിറ്റൽ വൈറ്റ് ബോർഡ്. ഇതിൻ്റെ പ്രധാന സവിശേഷത, ഇതൊരു വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണിൻ്റെ മെമ്മറി ഒന്നും കുറയുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഏത് ഡിവൈസിലും ഇത് വർക്ക് ചെയ്യും. മറ്റൊരു പ്രധാന സവിശേഷത, നമ്മൾ സാധാരണ ഉള്ള വൈറ്റ് ബോർഡുകളുടെ പ്രത്യേകത, അത് വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വൈറ്റ് ബോർഡ്, നമ്മൾ എന്താണോ എഴുതുന്നത് അത് എല്ലാ കുട്ടികളും കാണാനുള്ളൊരവസ്ഥ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി വർക്കുകളൊക്കെ അവരുടെ നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഓരോ വിദ്യാർത്ഥിക്കും, ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡിജിറ്റൽ വൈറ്റ് ബോർഡ് കൂടി ലഭിക്കുകയാണ്. ഇപ്പോൾ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികൾക്കും ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് 40 സ്റ്റുഡൻസിനും ഓരോ ബോർഡ് ലഭിക്കുന്നു. കൂടാതെ ടീച്ചറുടെ ബോർഡ്, ടീച്ചറുടെ ബോർഡിൽ എഴുതുന്ന വർക്കുകൾ, അതിൻ്റെ റെസ്പോൺസ് കുട്ടിയുടെ ബോർഡിൽ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നു. ഇത് ഓൺലൈനായിട്ട് തത്സമയം നമുക്ക് നിരീക്ഷിക്കാനുള്ള അവസ്ഥ കൂടി. സാധാരണ ക്ലാസ് റൂം പോലെ ഓരോ ബോർഡും ഓരോ കുട്ടിയെയും നമുക്ക് നിരീക്ഷിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും കുട്ടി നന്നായി ചെയ്യുന്ന കുട്ടികളെ കാണാം, ഏതെങ്കിലും കുട്ടി പിന്നോക്ക അവസ്ഥയിലുണ്ട്, ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ ഏറ്റവും നന്നായി വർക്ക് ചെയ്ത കുട്ടികളുടെ വർക്കുകൾ നമുക്ക് മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒട്ടേറെ അവസരങ്ങളുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിൻ്റെ പ്രത്യേകത, ശരിക്ക് ഗൂഗിൾ മീറ്റൊന്നും ഇല്ലാതെ തന്നെ ഈ ബോർഡിന് തന്നെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഷെയർ ചെയ്താൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ഒരു ബോർഡ് കിട്ടുന്നതാണ്. ശരിക്കും ഗൂഗിൾ മീറ്റിനൊന്നും ആവശ്യമില്ല. സാധാരണ ഒരു ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. വിദേശ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ തന്നെ പല മികച്ച സ്കൂളുകളിലെയും നോട്ട്ബുക്കുകൾക്കൊക്കെ പകരം ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്ന സ്കൂളുകളിൽ അധ്യാപകൻ ക്ലാസ്സിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡിജിറ്റൽ ബോർഡ് ഷെയർ ചെയ്യുകയാണ്. ഓരോ കുട്ടിയുടെയും ടാബിൽ ആ ബോർഡ് ലഭിക്കുന്നു. അധ്യാപകൻ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ ചെയ്യുന്ന വർക്കുകൾ അവരുടെ സ്ക്രീനിൽ കാണുന്നു. അതിനുള്ള റെസ്പോൺസ് അവിടുന്ന് തന്നെ അവർക്ക് ചെയ്യാനും അധ്യാപകൻ അത് വിലയിരുത്താനും ഒക്കെയുള്ള സൗകര്യമാണ്. അപ്പോൾ അവിടെ നേരിട്ട് ഈ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കൊടുക്കണം, നമുക്ക് കാണണം. അതിന് ഗൂഗിൾ മീറ്റ് പോലുള്ള വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയറുകളിലൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റും. സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതിൻ്റെ ലിങ്ക് ഗൂഗിൾ മീറ്റിൽ ഷെയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ആണ് തുറക്കുന്നത് തൊട്ട് അതിൻ്റെ പ്രധാന ടൂളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിൽ whiteboard.fy
അപ്പോൾ നമ്മുടെ ആദ്യം തുറന്നു വരുന്നത് ഫസ്റ്റ് വിൻഡോ തന്നെ whiteboard.fy ഫ്രീ ഓൺലൈൻ വൈറ്റ് ബോർഡ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ്. ഇവിടെയൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ വിൻഡോ തുറന്നു വരുന്നത്. തുറന്നു വരുന്ന സമയത്ത് ന്യൂ ക്ലാസ് ഉണ്ട്, ജോയിൻ ക്ലാസ്, 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഇതിനൊന്ന് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ പ്രധാന ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻറ്റ് ആക്സസ് ആണ്. സെറ്റിംഗ് അപ്പ് എ ന്യൂ ക്ലാസ് വൈറ്റ് ബോർഡ് ഈസ് ലൈറ്റ്നിങ് ഫാസ്റ്റ്, നോ രജിസ്ട്രേഷൻ ഓർ ലോഗിൻസ് നീഡഡ്. സാധാരണ ഏത് വെബ്സൈറ്റ് കയറിയാലും നമ്മുടെ മെയിൽ ID എല്ലാം കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്യുകയോ ലോഗിൻ ചെയ്യുകയോ ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ അതൊന്നും ആവശ്യമില്ല, നേരിട്ട് നമുക്ക് കയറാം. പിന്നെ ഇതിൽ 2 വേർഷൻ ഉണ്ട്, പെയ്ഡ് വേർഷൻ ഉണ്ട്, ഫ്രീ വേർഷൻ ഉണ്ട്. നമ്മൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത്. ഫ്രീ വേർഷനിൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് വെർസറ്റൈൽ ടൂൾസ് ആണ്. ഇൻസേർട്ട് ഇമേജസ്, ബാക്ക്ഗ്രൗണ്ട്സ്, ആരോസ്, ഷേപ്സ് ആൻഡ് ടെക്സ്റ്റ്, ധാരാളം സാധ്യതകളുണ്ട്. ഇമേജസ്, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ആരോസ്, ഷേപ്സ്, ടെക്സ്റ്റ്, അങ്ങനെ ഒത്തിരി ടൂളുകൾ നമുക്ക് ലഭ്യമാണ്. മറ്റൊന്നാണ് കോട്ടിച്ച്. നമ്മളോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക്. എന്നിട്ട് അവരെ കൊണ്ടും ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാം. ടീം ടീച്ചിങ് ഒക്കെ നടത്താനുള്ള അവസരമുണ്ട്. ഇനി ഡിവൈസ് ഇൻഡിപെൻഡൻറ്റ്. ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏത് ഡിവൈസും, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഏത് ഡിവൈസിലും ഇത് ഉപയോഗിക്കാം. ഇതിൽ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യുന്നില്ല. വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഏത് ഡിവൈസ് ഉപയോഗിക്കാം. മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പ് അതുപോലെ ടാബുകളെല്ലാം ഉപയോഗിക്കാം. ഇത് ഡിവൈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് മാത്സ് ടീച്ചേഴ്സിന് സന്തോഷകരമായ കാര്യമാണ് എന്താണ്? മാത്സിൻ്റെ ഫോർമുലകളും സിമ്പിളുകളും എല്ലാം ഉപയോഗിക്കാനുള്ള അവസ്ഥയുണ്ട്. കൂടാതെ ലാറ്റക് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അപ്ലോഡ് PDFs. ഇത് വളരെ ഉപകാരപ്രദമായ മറ്റൊരു സന്ദർഭമാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, വായിച്ചു കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. PDF ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്സസ് കൺട്രോൾ. ഇതിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് പോലെ തന്നെ നമുക്ക് ഒരു വെയിറ്റിംഗ് റൂം ഫെസിലിറ്റി ഉണ്ട്. അതായത് കുട്ടിക്ക് നേരിട്ട് ലിങ്കിലൂടെ പ്രവേശിക്കുന്നതിന് പകരം വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പെർമിഷന് ശേഷം മാത്രമേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. പുറത്തുനിന്നും ആരും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കയറുന്ന അവസ്ഥയ്ക്ക് ഒഴിവാക്കാനുള്ള ഒരു അതായത് വെയിറ്റിംഗ് റൂം ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ധാരാളം എമോജീസ് ഉണ്ട്. എമോജീസ് ഒക്കെ അറിയാം. ഇപ്പോൾ ന്യൂ ജനറേഷൻ ക്ലാസ് റൂമിലൊക്കെ ടിക്ക് മാർക്കിനൊക്കെ പകരം എമോജീസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റുകളായി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ ചെയ്ത വൈറ്റ് ബോർഡുകൾ സേവ് ചെയ്ത് വെക്കുകയും പിന്നീട് റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. റിവിഷൻ സമയത്തൊക്കെ തന്നെ അത് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം എടുക്കേണ്ട ആവശ്യമില്ല. ആ വൈറ്റ് ബോർഡുകൾ പ്രത്യേകിച്ച ക്രമത്തിലൊക്കെ നമ്മൾ ലൈബ്രറിയിൽ സേവ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലൈവ് ഓവർവ്യൂ. അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. ലൈവായിട്ട് തന്നെ എന്താണ് ഓരോ കുട്ടിയുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനും നിരീക്ഷിക്കാനും അതിന് കമൻറ്റ് ചെയ്യാനും എല്ലാം ഉള്ള അവസരമുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് പുഷ് വൈറ്റ് ബോർഡ്. ഇത് വരുമ്പോൾ പറയാം. പുഷ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാൻ പറ്റും. ടീച്ചറിൻ്റേത് കുട്ടികൾക്കും അതിൽ കുട്ടികളുടേത് മറ്റു കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യാനൊക്കെയുള്ള അവസ്ഥയുണ്ട്. സ്റ്റുഡൻറ് സെഷനുണ്ട്. കാരണം നമ്മൾക്ക് സ്റ്റുഡൻറ്റിൻ്റെ വൈറ്റ് ബോർഡുമായിട്ട് നമുക്ക് join your students whiteboard session and collaborate or draw on the same whiteboard in real time. അതായത് ടീച്ചർക്ക് ഏത് സ്റ്റുഡൻറ്റിൻ്റെയും വൈറ്റ് ബോർഡ് നോക്കുകയും അതിൽ വേണമെങ്കിൽ കറക്ഷനൊക്കെ വരുത്താനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നോക്കുക. ആദ്യം 2 ടാബുകൾ കാണാം. ഒന്ന് ന്യൂ ക്ലാസ്, ഇത് ജോയിൻ ക്ലാസ്. ഇത് ടീച്ചർക്കുള്ളതും ഇത് കുട്ടിക്കുള്ളതുമാണ്. അപ്പോൾ ന്യൂ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേറെ രജിസ്റ്റർ ലോഗിൻ ഒക്കെ ഉണ്ട്. 2 തരം ഈ സോഫ്റ്റ്വെയർ, ഒന്ന് പെയ്ഡ് വേർഷനും ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത്. പെയ്ഡ് വേർഷൻ ആണ് കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിന് സമയത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടതും ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ന്യൂ ക്ലാസ് എന്ന ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് ചോദിക്കുന്നത് യുവർ നെയിം എന്ന് ചോദിക്കും.
അപ്പോൾ നമ്മുടെ പേര് തന്നെ അടിച്ചു കൊടുക്കുക. കാരണം കുട്ടികൾക്ക് നമ്മൾ മാഷാണെന്ന്, നമ്മുടെ സാറാണ്, ടീച്ചറാണെന്നൊക്കെ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ പേര് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേരടിക്കുന്നു, ജോണി എന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ ജോണി മാഷ് എന്ന് അടിക്കാം, എന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിൽ 2 സെറ്റിങ്സ് ഉണ്ട്. ഒന്ന്, എനേബിൾ വെയിറ്റിംഗ് റൂം ലോബി. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്താൽ പോലും നമ്മുടെ പെർമിഷനോട് കൂടി മാത്രമേ കുട്ടിക്ക് ഈ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് ടിക്ക് ചെയ്യുന്നില്ല, നേരിട്ട് നമുക്ക് കയറിയാണ്. രണ്ടാമത്തത് എനേബിൾ മാനുവൽ സേവ് മോഡ് ഫോർ സ്റ്റുഡൻസ്. അത് കുട്ടിക്ക് അവൻ്റെ ബോർഡ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ ഒരു സേവ് ബട്ടൺ ആകും. അപ്പോൾ ആ സേവ് ബട്ടൺ ഉപയോഗിച്ചിട്ട് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് അവരുടെ ബോർഡുകളൊക്കെ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആകുന്നുണ്ട്. ഇനി പേരടിച്ചു കഴിഞ്ഞു. നമുക്ക് മറ്റ് 2 ബട്ടൺ ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ക്രിയേറ്റ് ന്യൂ ക്ലാസ് എന്ന ബട്ടൺ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്ലാസ് എന്ന് കാണാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ക്ലാസ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, പുതിയൊരു ക്ലാസ്സിൻ്റെ ഒരു URL ആണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ലിങ്കാണ്, ആ ക്ലാസ്സിലേക്കുള്ള ലിങ്കാണ് കാണുന്നത്. ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോപ്പി URL ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെയോ ഒക്കെ അത് ഷെയർ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഞാൻ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. സാധാരണ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ ചാറ്റ് ബോക്സിൽ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ചാറ്റ് ബോക്സിലോട്ട് ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് കുട്ടികൾക്ക് ആ ലിങ്കിൽ കയറി ബോർഡ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ URL ഒന്ന് കോപ്പി ചെയ്യുന്നു. URL കോപ്പി ചെയ്തു, ഇവിടെ കാണിച്ചു URL കോപ്പി ടു ക്ലിപ്പ് ബോർഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഷെയർ ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഭാഗമുണ്ട് ടോഗിൾ മൈ വൈറ്റ് ബോർഡ് എന്ന് കാണാം. ഇത് കുട്ടിയുടെ ബോർഡും ടീച്ചറുടെ ബോർഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാനുള്ള ടാബാണ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ മൈ വൈറ്റ് ബോർഡ്, ഇതാ നമ്മുടെ ഒരു ബോർഡ് തെളിഞ്ഞു വന്നു അല്ലേ. ഇത് താഴോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴെ സ്റ്റുഡൻസ് എന്ന് കാണാം. ഇവിടെ സ്റ്റുഡൻസിനെ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഓരോ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തതിനനുസരിച്ച് എന്താണ് ഇവിടെ സ്റ്റുഡൻസിൻ്റെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ടീച്ചറുടെ ബോർഡിനോടൊപ്പം തന്നെ സ്റ്റുഡൻസിൻ്റെ ബോർഡുകളും കാണാം. കുട്ടിക്ക് കുട്ടിയുടെ ബോർഡും ടീച്ചറുടെ ബോർഡും കാണാം. കുട്ടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ബോർഡാണ് കാണുന്നത്. ടോഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചറുടെ ബോർഡും കുട്ടിയുടെ ബോർഡും തമ്മിൽ ടോഗിൾ ചെയ്ത് കാണാൻ പറ്റും. ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ടൂളുകൾ പരിചയപ്പെടാം. ഇതിന് മേലെ കാണാം, മേലെ ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണാം അല്ലേ. സെറ്റിംഗ്സ് ബട്ടണിൽ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഡ്, റൂം കോഡ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിലോട്ട് കയറണമെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെ തന്നെ ഈ കോഡ് ടൈപ്പ് ചെയ്ത് കയറാം. അല്ലെങ്കിൽ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കയറാം. അല്ലെങ്കിലാണ് ഈ ലിങ്കിലൂടെ കയറാം. 3 സാധ്യതകളുണ്ട്. ഒന്നിൽ ഈ കോഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കയറാം. ഇവിടെ നമുക്ക് എനേബിൾ വെയിറ്റിംഗ് ലോബി, ഇവിടെ വെച്ച് വേണമെങ്കിൽ എന്താണ് വെയിറ്റിംഗ് ലോബി എനേബിൾ ചെയ്യാം. ലോക്ക് റൂം എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. ലോക്ക് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യുന്നു. 10 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 10 മണിക്ക് ശേഷം ആരെയും പ്രവേശിപ്പിക്കുന്നില്ലെങ്കിലോ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്താൽ പോലും ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അസൗകര്യമുണ്ട്. എനേബിൾ മാനുവൽ സേവ് മോഡ് ഫോർ സ്റ്റുഡൻസ്. കുട്ടിക്ക് ഇൻഡിവിജ്വലായിട്ട് അവർക്ക് സേവ് ചെയ്യാനൊരു മോഡ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഹൈഡ് സ്റ്റുഡൻസിൻ്റെ നെയിം വേണമെങ്കിൽ, കാരണം ഇപ്പോൾ ഓരോ കുട്ടിയും പേരടിച്ച് കയറുന്ന സമയത്ത് അവരുടെ ബോർഡിൻ്റെ മേലെ അവരുടെ പേര് കൂടെ വരും. അത് ഹൈഡ് ചെയ്യാം. ആരും അറിയണ്ടെങ്കിൽ പേര് നമുക്ക് ഹൈഡ് ചെയ്യാം. ക്ലിയർ ഓൾ സ്റ്റുഡൻസ് വൈറ്റ് ബോർഡ്. മറ്റേ ടൈമിൽ എന്താണ് എല്ലാവരുടെയും ബോർഡ് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സേവ് ഓൾ വൈറ്റ് ബോർഡ് ആസ് PDF. എല്ലാ വൈറ്റ് ബോർഡും മറ്റേ PDF ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. എല്ലാ വർക്കൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ എക്സാമൊക്കെ നടത്താന്നിരിക്കുക. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു, കുട്ടികളെല്ലാവരും വൈറ്റ് ബോർഡിൽ ചെയ്യുന്നു. നമുക്ക് നിരീക്ഷിക്കുകയും ചെയ്യാം കുട്ടികൾ ചെയ്യുന്നുണ്ടോ, എവിടെയൊക്കെയാണ് അത് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം പിന്നീട് അത് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഇൻവൈറ്റ് കോ ടീച്ചർ, ഒരു പുതിയ ടീച്ചറെ നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാനൊക്കെയുള്ള ലിങ്കാണ്. എല്ലാം കഴിഞ്ഞാലോ സാധാരണ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഗൂഗിൾ മീറ്റിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യുന്ന ലീവ് ചെയ്യാന്നുള്ളത് പോലെ തന്നെ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാനുള്ള ലിങ്കാണെന്നാണ് ക്ലോസ് റൂം എന്നുള്ള. ഇതാണ് ഇതിലെ സെറ്റിങ്സ് ഭാഗങ്ങൾ. ഇനി ഇതിൻ്റെ മെയിൻ ടൂളുകൾ പരിചയപ്പെടുത്താം.
നോക്കുക, ഫസ്റ്റിലെ സാധാരണ പോലെ തന്നെ സെലക്ഷൻ ടൂളാണ്. ഇത് സെലക്ട് ടൂളാണ്. രണ്ടാമത്തതാണ് നമ്മുടെ ബ്രഷ് ഒക്കെ എഴുതാനും വരയ്ക്കാനും ഒക്കെയുള്ള ടൂളാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതുന്ന സമയത്ത് ഞാനിപ്പോൾ മൗസ് വെച്ചാണ് എഴുതുന്നത്. മൗസ് വെച്ച് എഴുതിയിട്ടാണ് അത്രയും വൃത്തിയൊക്കെയുള്ളൂ. ഇവിടെ നമുക്ക് പിന്നെ നല്ല ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പൊക്കെയാണ്. അതിൽ സ്റ്റൈലസ് ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് എഴുതി കാണിക്കാം. പലതരം കളറുകളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരം ടാബുകൾ അല്ലേ, പിന്നെ ടാബ്ലറ്റ് പാഡുകളൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 3000 രൂപയ്ക്ക് കൊടുത്ത് ടാബ്ലറ്റ് പാഡുകൾ കിട്ടും. അതിൻ്റെ കൂടെ ഒരു പെന്ന്, സ്റ്റൈലസ് എന്ന് പറയുന്ന ഒരു പെന്ന് കൂടെ കിട്ടും. അത് നമ്മുടെ ലാപ്ടോപ്പിലോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മൊബൈൽ ഫോണിലൊക്കെ വിരലൊക്കെ വെച്ച് ഉപയോഗിച്ച് തന്നെ എഴുതാൻ പറ്റും. അടുത്ത ഇതിൻ്റെ മേലെ ഒന്ന് മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ്, നമുക്ക് വരകളൊക്കെ അല്ലേ, ലൈൻ വരയ്ക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ഇത് ക്ലിക്ക് ചെയ്യണം, ഒരു ലൈൻ വരച്ചു. ആ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ വെച്ച് അതിന് മേലെ ഒന്ന് ക്ലിക്ക് ചെയ്താലോ ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. നമുക്ക് മാറ്റി മൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും, അല്ല തിരിച്ചു കയറ്റാൻ പറ്റും. ഇവിടെ ചെറിയ ചില ബട്ടൺസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് കൂട്ടാൻ പറ്റും, നീളമൊക്കെ കൂട്ടാൻ പറ്റും. നീളം കൂട്ടുക, കുറയ്ക്കാം, പല രീതിയിൽ സൈസ് കൂട്ടുക, വലിപ്പം കുറയ്ക്കാം, അതിൻ്റെ ലെവലാക്കാം. അങ്ങനെയൊക്കെ പല മാർഗ്ഗങ്ങൾ ചെയ്യാം. മാത്സ് ടീച്ചേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായ ടൂളാണ്. ഇനി ചതുരങ്ങളൊക്കെ വരയ്ക്കാം, റെക്ടാങ്കിൾസ്. ഇതൊരു റെക്ടാങ്കിൾ വരച്ചു. അതിൻ്റെ ഈ സൈഡുകളൊക്കെ മാറ്റാനും കുറയ്ക്കാനും, നീളം കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സർക്കിൾ വരയ്ക്കാൻ പറ്റി. ഇത് ടൈപ്പ് ചെയ്യാനുള്ള ടൂളാണ്. ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ഇമേജുകളൊക്കെ ഇൻസർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ചിത്രം, ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ചിത്രങ്ങളാണെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ച് സയൻസ് ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. മാത്സ് ആണെങ്കിലും ചില രൂപങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവച്ച് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ വരച്ച് വെച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു ഇമേജ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊണ്ടുവരണമെന്നിരിക്കുക. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുവച്ചു. ഇത് നമുക്ക് സൈസൊക്കെ ചെറുതാക്കി സൈസൊക്കെ റെഡിയാക്കി വെക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് നേരത്തെ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭം കിട്ടും. ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി, നേരിട്ട് ഇമേജ് കൊണ്ടുവരാൻ പറ്റും. ഇൻസേർട്ട് PDF ഇൻസേർട്ട് ചെയ്യാം. നോക്കാം, ഇവിടെയും എന്ത് ചെയ്യാം. അതിനൊരു പ്രശ്നമുണ്ട്. ഇതിന് ലൈസൻസ് ആവശ്യമുണ്ട്. അതായത് പെയ്ഡ് വേർഷന് മാത്രമേ ഈ സൗകര്യമുള്ളൂ. ഇത് കട്ട് ചെയ്യാനുള്ളതാണ്. ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇത് അൺഡു, ഇത് റീഡു, ഇത് സൂമിൻ, ഇത് റീസെറ്റ് സൂമാണ്, അതുപോലെ സൂം ഔട്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് എന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതാണ് PNG, JPG, SVG, PDF. ഏത് ഫോർമാറ്റിലോട്ട്, ഈ 4 ഫോർമാറ്റിൽ ഏതിലോട്ട് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. കാരണം നമ്മുടെ ആദ്യം പറഞ്ഞു ഇവിടെ നോട്ട്ബുക്കും ഒന്നും ആവശ്യമില്ല ഇത്തരം ഒരു ക്ലാസ് റൂമിൽ. ഇപ്പോൾ നമ്മുടെ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാം ടീച്ചറെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയ സംഭവം എന്താണ്, നമുക്കിങ്ങനെ PDF ആയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മളിപ്പോൾ ചെയ്ത കാര്യം തന്നെയാണ്. ഇതാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളാണ്. ഇതുപോലെ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ കുട്ടികൾക്ക് എഴുതേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. കൃത്യമായിട്ട് നല്ല വൃത്തിയുള്ള ഒരു നോട്ട് കിട്ടുന്നു. അത് ഏത് ഈ 4 ഫോർമാറ്റിൽ ഏതിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് ഈ ബട്ടൺ. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ കളറുകളൊക്കെ മാറ്റാം. കളർ മാറ്റാൻ പറ്റും. കളർ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ലൈനിൻ്റെ വിഡ്ത്തൊക്കെ കൂട്ടാനൊക്കെ പറ്റും. കളർ മാറി നമുക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞു നമുക്ക് ഇമേജുകളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇമേജ് കൊണ്ടുവന്ന് കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സ്ക്രീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടെ യൂസ് ദ എറേസർ ടൂൾ ഉപയോഗിക്കാം. എറേസർ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് മായ്ക്കാനൊക്കെ പറ്റും. അതല്ലെങ്കിൽ നോക്കൂ, ക്ലിയർ ഫോർഗ്രൗണ്ട് ബട്ട് കീപ് ബാക്ക്ഗ്രൗണ്ട്. ഫോർഗ്രൗണ്ട് മാത്രം മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് നിലനിർത്തിക്കൊണ്ട് മാറ്റാം. അല്ലെങ്കിൽ ക്ലിയർ ബോത്ത് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. മൊത്തം ചെയ്താൽ മൊത്തം പോയി. അൺഡു അടിച്ചാലോ വീണ്ടും വരും അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതാണ് ഇമേജ് ഫ്ലാറ്റൻ ചെയ്യാനാണ്. ഇത് ചെയ്ത് നോക്കണം. ഇനി ഗ്രിഡുകൾ വേണമെങ്കിൽ ഇവിടെ ഇൻസെർട്ട് സ്മോൾ ഗ്രിഡാക്കി മാറ്റാൻ പറ്റും, പിന്നെ ലാർജ് ഗ്രിഡാക്കാൻ പറ്റും. ഇനി പോലെ ഇതിൽ നോക്കൂ, ഇൻസെർട്ട് മ്യൂസിക് ഷീറ്റുകൾ കൊണ്ടുവരാൻ പറ്റും. ഇതുപോലത്തെ മ്യൂസിക് ഷീറ്റുകൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇൻസെർട്ട് എമോജി, ധാരാളം എമോജികളുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കമൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു വർക്കിനനുസരിച്ചുള്ള
പല ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട മാത്സ് ടീച്ചേഴ്സിന് ഉപകാരപ്രദമായ ഒരു ടൂളാണ് ഇൻസേർട്ട് മാത്ത്. ഉണ്ടോ, ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ലാറ്റക് കോഡുകളൊക്കെ അറിയാമെങ്കിൽ ലാറ്റക് കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ f(x) അല്ലെങ്കിൽ f(x)(x²) ആണ് വരേണ്ടത് വിചാരിക്കുക. ഇങ്ങനെയാണ് വരേണ്ടത്. സാധാരണ നമ്മൾ മാത്സിൽ ഫോർമുല അടിക്കുന്നത് പോലെ തന്നെ f(x)(x²) + 2x. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ തിരിക്കാം. വലിപ്പമൊക്കെ കൂട്ടി നമ്മുടെ സാധാരണ ഫോണ്ടിനനുസരിച്ച് നമുക്ക് കാരണം ഇതൊക്കെ ഒരു ഇമേജ് ഫോർമുല വരിക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാത്സ് ഫോർമുല ടൈപ്പ് ചെയ്യാനുള്ള പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇത് ലൈബ്രറിയാണ്. ലൈബ്രറി ഉപയോഗിച്ചിട്ടുണ്ടാണ് നമുക്കിത് സേവ് ചെയ്ത് വെച്ച വൈറ്റ് ബോർഡുകളൊക്കെ സേവ് ചെയ്യാം. നമുക്ക് പിന്നീട് റിവിഷൻ സമയത്തോ വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ആവർത്തിക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ടൂളുകൾ. ഇനി നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത URL, വൈറ്റ് ബോർഡിൻ്റെ URL വാട്സാപ്പിലൂടെ എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ നോക്കാം. ഞാൻ വാട്സാപ്പ് തുറന്ന് വാട്സാപ്പിൽ ഇത് പേസ്റ്റ് ചെയ്തു. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ലിങ്ക് പേസ്റ്റ് ചെയ്തു, സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വാട്സാപ്പിൽ ഒരു മൊബൈലിൽ ആണ് ഞാൻ ചെയ്തത്. മൊബൈലിൽ തുറന്നു വരുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന സമയത്ത് ജോയിനിങ് റൂം യുവർ നൈം എന്നായി ചോദിക്കുക. അപ്പം നൈം അടിച്ചാണ് പ്രവേശിക്കേണ്ടത്. നമ്മുടെ കുട്ടിയുടെ പേര് അടിക്കുകയാണ്. ഞാൻ ഒരേ സമയത്ത് തന്നെ 2 മൊബൈൽ ഫോണിലൂടെ കയറുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നോക്കുക, ഞാൻ ലിങ്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ 2 സ്റ്റുഡൻസ് ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. ഞാൻ തന്നെ ഇവിടെ മൊബൈലിലൂടെ 2 കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടോഗിൾ ചെയ്ത സമയത്ത് താഴെ 2 കുട്ടികളെ കാണാം. നിഹാരിക എന്നും നിഖൈൽ എന്ന പേരിലുള്ള 2 കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞു അല്ല. ഇപ്പോൾ ഇതാണ് ടീച്ചറുടെ ബോർഡ്. കുട്ടികളുടെ ബോർഡ് ഇവിടെ ടോഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ടോഗിൾ കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻസ് ബോർഡ് കാണാം. കുട്ടികൾക്കും ഇതുപോലെ തന്നെയാണ്. അവിടെ മൊബൈലിൽ ഇതുപോലെ ടോഗിൾ മൈ വൈറ്റ് ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ടീച്ചറുടെയും സ്റ്റുഡൻസിൻ്റെയും ബോർഡ് മാറി മാറി കാണാനുള്ള അവസ്ഥയുണ്ട്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ബോർഡിൽ എന്തെങ്കിലും എഴുതി നോക്കാം. 3 + 5 = കുട്ടിക്ക് ഈ ചോദ്യം ഇപ്പോൾ കാണാം. ഇനി നമ്മൾ ടോഗിൾ മൈ വൈറ്റ് ബോർഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതവിടെ കുട്ടികൾ 2 പേരുണ്ട്. ഇനി ഞാൻ കുട്ടിക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ ബോർഡിൽ എഴുതി എന്താണെന്ന് കാണാം. വീണ്ടും ടോഗിൾ ചെയ്താൽ സ്റ്റുഡൻസിൻ്റെ വൈറ്റ് ബോർഡിലോട്ട് വരും. അതിൽ നമുക്ക് ആൻസർ എഴുതാം. ആൻസർ ഉണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻറ്റ് ഒന്നാമത്തെ കുട്ടി പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടിയുടെ നോക്കാം നമുക്ക്. ഒന്നാമത്തെ കുട്ടിയുടെ നമുക്ക് വലുതായിട്ട് കാണാം. രണ്ടാമത്തെ കുട്ടി എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കുട്ടിയുടെ ഉത്തരം ശരിയാണ്, രണ്ടാമത്തെ കുട്ടിയുടെ ഉത്തരം തെറ്റാണ്. ഇപ്പോൾ ഇവിടെ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളുടെ സ്ക്രീനുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓരോ കുട്ടീനെയും നോക്കാൻ പറ്റും. ഇനി ഇത് മാത്രമായിട്ട് നോക്കണമെങ്കിൽ നോക്കൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കമൻറ്റ് എഴുതാം, ക്വിക്ക് ലൈക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കാൻ പറ്റും. ക്വിക്ക് തംസ് അപ്പ് കൊടുക്കാം, തംസ് ഡൗൺ കൊടുക്കാം. അതുപോലെ വ്യൂ ഫീഡ്ബാക്ക് ഹിസ്റ്ററി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ പെയ്ഡ് വേർഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുന്നു, ഈ മുഴുവൻ കുട്ടികളും ആരൊക്കെയാണ് വർക്ക് ചെയ്ത് ആർക്കൊക്കെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്, ഇതൊന്നും കോപ്പി അടിക്കാനുള്ള സൗകര്യമില്ല. കാരണം കുട്ടിയുടെ ബോർഡും ടീച്ചറുടെ ബോർഡും മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ടീച്ചർക്ക് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ബോർഡും ഒരേ സമയം തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നോക്കുക, മറ്റൊരു ഓപ്ഷൻസും കൂടെ നോക്കുക. ഇപ്പോൾ ഇവിടെ 3 + 5 = ഈ കുട്ടികളൊന്നും ഉത്തരം ശരിയാക്കിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീച്ചർ തന്നെ ബോർഡിൽ കൃത്യമായിട്ട് എഴുതുന്നു. അതിനുശേഷം ഈ പുഷ് ബട്ടൺ ഉപയോഗിക്കാം. നോക്കൂ, പുഷ് ബട്ടൺ ഉപയോഗിച്ചാൽ പുഷ് ടു സ്റ്റുഡൻസ് ഓൾ പേജസിലോട്ട് കൊടുക്കാം. പുഷ് ടു സ്റ്റുഡൻസ് കറണ്ട് പേജ്, പുഷ് ടു സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ പല രീതിയിൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് പേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് നോക്കിയിട്ട് അവർക്ക് ആൻസർ ചെയ്യാനുള്ള അവസരം കിട്ടും. ഇത് പുഷ് ടു സ്റ്റുഡൻസ് കറണ്ട് പേജ് ഓൺലി എന്ന് പറഞ്ഞു കൊടുത്തത് നോക്കുക, ഇത് സംഭവിക്കാൻ നോക്കാം. നമുക്ക് ടോഗിൾ ചെയ്ത് നോക്കാം. 3 + 5 = 8. എല്ലാ കുട്ടികളോട്ടും വന്നിട്ടില്ല. ഒന്നും കൂടെ നോക്കാം. പുഷ്
പുഷ് ടു സ്റ്റുഡൻസ് കറണ്ട് പേജ് ഓൺലി, പുഷ് ടു സ്റ്റുഡൻസ് ഓൾ പേജസ് എന്ന് കൊടുക്കുന്നു. ഓൾ പേജ് കൊടുത്താലാണ് എല്ലാ കുട്ടികൾക്കും വരിക. അല്ലെങ്കിലോ ഏത് കുട്ടിയാണ് സെലക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് നന്നായിട്ട് ചെയ്യാൻ ബാക്കി കുറേ പേര്, ഒരു 4-5 കുട്ടികൾ തെറ്റിച്ചാണ് ചെയ്തതെങ്കിൽ അവർക്ക് കറക്റ്റ് ആൻസർ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ പേജ് കൊടുത്താലോ എല്ലാ കുട്ടികളുടെയും അതുവരെയുള്ള ഡാറ്റ എറേസ് ചെയ്ത് കഴിഞ്ഞ് അതിന് പകരം ടീച്ചർ പുഷ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും അതിലുണ്ടാകുക. അപ്പോൾ ഇവിടെ സൗകര്യം നോട്ടൊക്കെ ക്ലിയർ ആക്കാൻ പറ്റും. നമുക്ക് ശരിയായ രീതിയിൽ ഉള്ള നോട്ട് മറ്റു കുട്ടികൾക്ക് പിന്നെ അവരുടെ ബോർഡിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമാണ് ഈ പുഷ് ബട്ടൺ. വളരെ ഉപകാരപ്രദമായ ഒരു ഡിജിറ്റൽ വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയർ ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. എല്ലാവരും ചെയ്തു നോക്കുക. ഉപകാരപ്രദമെങ്കിൽ മറ്റു ടീച്ചേഴ്സിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.